പ്രിയ പ്രേക്ഷകർക്ക് ഡീപ്പ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു, ഒരുപാട് വാർത്തകൾ കാണുന്നു. ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട്. പക്ഷേ ആ വാർത്തകളുടെ വിശകലനം അല്ലെങ്കിൽ ആ വാർത്തകളുടെ പിന്നാമ്പുറം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള, ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു പരിപാടിയാണ് ഡീപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പരിപാടി. ഇന്നും ഒരു പുതിയ വിഷയവുമായിട്ടാണ് നാം എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും എല്ലാം തെരുവ് നായ്ക്കളുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ കുട്ടികളെ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ റോഡരികിലുള്ള ആളുകളെ ആക്രമിക്കുന്നു, പിന്നെ സ്വൈരവിഹാരം നടത്തിയിട്ട് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവ് നായകളുടെ കടിയേറ്റ് ഇത്ര പേർ ആശുപത്രിയിലായി, ഇത്ര പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ നവംബർ മാസം 7-ാം തീയതി സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി വന്നിട്ടുണ്ട്. ആ വിധി എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളെ കൊല്ലരുത്, നേരത്തെ പറയുന്ന വിധി തന്നെ, അല്ലെങ്കിൽ നേരത്തെ പറയുന്ന വിഷയം തന്നെയാണ്. കൊല്ലരുത് എന്ന് മാത്രമല്ല, അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അവരെ ഷെൽട്ടറിൽ, ഒരു സുരക്ഷിതമായ ഷെൽട്ടറിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധിയും അതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കളുടെ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അതിഥിയായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് പയ്യന്നൂർ ബാറിലെ അഭിഭാഷകൻ ശ്രീ PV മധുവാണ്. പയ്യന്നൂരിലെ AGP അസിസ്റ്റൻറ്റ് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അതിനെ ചരിത്രപരമായി തന്നെ അതിനെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആധികാരികമായി അറിവുള്ള ഒരാളാണ് നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. സർ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സർ, തുടങ്ങാം. തെരുവ് നായ്ക്കളുടെ അക്രമം മുമ്പേ ഉള്ള ഒരു വിഷയമാണ് അല്ലേ? വളരെ മുമ്പേ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയും വീണ്ടും തെരുവ് നായ്ക്കളുടെ ആക്രമണം ഇല്ലാതിരിക്കുമ്പോൾ അത് മുങ്ങുകയും വീണ്ടും അത് വിഷയമായി വരികയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കണ്ടുവരുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോഴാണ് 2025 നവംബർ മാസമാണ് അടുത്ത കാലത്ത് ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. വളരെ സുപ്രധാനമായിട്ടൊരു വിധിയാണെന്നാണ് മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും ഈ പുതിയ വിധി, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇപ്പോഴും ഒരു വിധിയുമായിട്ട് സുപ്രീം കോടതി വന്നത്? എന്താണ് സാറിൻ്റെ അഭിപ്രായം? എന്താണ് അത്? ചില പ്രശ്നങ്ങൾ ഒരു സാമൂഹ്യ വിഷയം മാറുമ്പോഴാണ്, അത് സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോഴാണ് കോടതികൾ ഇടപെടുന്നത്, ഇത്തരത്തിലുള്ള വിധികൾ ഉണ്ടാകുന്നത്. അതെ, ഒരൊറ്റപ്പെട്ട സംഭവം ആണെങ്കിൽ ഇതാരും ശ്രദ്ധിക്കാതെ പോകും. അതെ, ഈ വിഷയം നമ്മുടെ സമൂഹത്തിൽ കുറേ വർഷങ്ങൾ മുമ്പേ ഉള്ളതാണ്. ഈ വിഷയം, ഈ തെരുവ് നായയെ ബന്ധപ്പെട്ട വിഷയം ഇന്നും തുടങ്ങിയതല്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയത്. മുൻപ് ഒരു തെരുവ് നായ കടിച്ചു കഴിഞ്ഞാൽ ആ കടിയേറ്റ ആളുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോ ബാധ്യതയാണ് ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ. അന്ന് സമൂഹം അതിനെ ഒരു വേണ്ട രീതിയിൽ ഗൗരവമായി എടുക്കുകയോ അത്തരത്തിലെ ആൾക്കാർക്ക് സഹായം നൽകാൻ തയ്യാറാവുകയോ ഗവൺമെൻറ് തന്നെയും അത്തരം ആൾക്കാരെ ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടുന്നുള്ള നടപടി എടുത്തിരുന്നില്ല. ഈ അടുത്ത കാലത്ത് പക്ഷേ വിഷയം ആകെ കലങ്ങി മറിഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് തന്നെ സുപ്രീം കോടതി വിധിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം അതിഭീകരമാണ്, അലാമിംഗ് നേച്ചർ എന്നാണ് സുപ്രീം കോടതി തന്നെ പറയുന്നത്. വളരെ ഭയാനകമാണ്. 2024 മാത്രം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത നായ്ക്കടി ഏറ്റ് പരിക്കേറ്റതും മരണപ്പെട്ടതുമായ കണക്ക് എടുത്തു നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 2024 മാത്രം 3,15,741 ആണെന്ന് എനിക്ക് ഓർമ്മ. 1ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. റിപ്പോർട്ട് ചെയ്യാത്ത അനേക കേസുകളുണ്ട്. അതിൽ തന്നെ ഡൽഹിയിൽ മാത്രം 25,201 കേസുകൾ ഡൽഹിയിൽ മാത്രമുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ മാത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ മാത്രം 25,000 ഉണ്ട്. അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ 2025 ജനുവരിയിലെ മാത്രം കണക്ക്. ഈ ജനുവരിയിലെ മാത്രം കണക്ക് വെച്ച് നോക്കിയാൽ 2,50,000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നായി കടിച്ചത്, തെരുവുനായികൾ കടിച്ചത്, അതുപോലെ മരണം സംഭവിച്ചത്. ഇങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി വരെ കണക്ക് പോകുന്നത്. അതിൽ ഒരു സുപ്രീം കോടതി
ഇടപെട്ടതെന്നാണോ അല്ല, സുപ്രീം കോടതി ഇടപെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. സുപ്രീം കോടതി ഇടപെടുന്നത് ഈ ഡൽഹിയിൽ 2025 ജൂൺ മാസം 30 ഡൽഹിയിൽ ഒരു 6 വയസ്സുകാരി കുട്ടിയെ 6 വയസ്സുള്ള പെൺകുട്ടി ചബി ശർമ്മ എന്ന പെൺകുട്ടിയെ നായ കടിച്ചു, തെരുവ് നായ കടിച്ചു. സ്കൂളിൽ പോകുന്ന സമയത്താണ് തെരുവ് നായ കടിക്കുന്നത്. അവർ കുട്ടി ചികിത്സയിലായി. ഏകദേശം ഒരു മാസത്തിനടുക്ക പല ആശുപത്രികളിലും ചികിത്സ നടത്തി. പക്ഷെ ഫലിച്ചില്ല, മരണപ്പെട്ടു. അപ്പോഴാണ് അത് സമൂഹത്തെ ആകെ ഞെട്ടിച്ചു. അത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അന്ന് ഒരു വാർത്ത വന്നു. ഡൽഹി ഹോണ്ടഡ് ബൈ സ്ട്രേസ്, കിഡ്സ് പേ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ന്യൂസ് വന്നു. ഈ ന്യൂസ് ജീവന് വില കൊടുക്കുന്നത് കുട്ടികളാണ്. ഈ തെരുവ് മുഴുവനും നഗരം മുഴുവനും ഇവർ കീഴടക്കി. ഇവര് വേട്ടയാടലായി. ഈ തെരുവ് നായ്ക്കളുടെ വേട്ടയാടലായി. അതിന് വില കൊടുക്കുന്നത് കുട്ടികളാണ്. അതാണ് അതിന്റെ എനിക്കൊന്ന ടൈറ്റിലിന്റെ അർത്ഥം. അതാണ് സുപ്രീം കോടതി ശ്രദ്ധയിൽപ്പെട്ടത്. സുപ്രീം കോടതി ശ്രദ്ധയിൽപ്പെട്ട് ആ കുട്ടി മരണപ്പെട്ടത് 2025 ജൂലൈ 22-നാണ്. ജൂലൈ 22 അന്ന് തന്നെയാണ് ഈ കേസ് ആദ്യമായിട്ട് സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കുക. സ്വമേധയാ ആരും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസല്ല, സ്വമേധയാ എടുക്കുകയാണ്. ഒരു പൊതു താല്പര്യം എന്നത് കണക്കാക്കി സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കുന്നത് അങ്ങനെയാണ്. അതിനെ തുടർന്ന് 2025 ഓഗസ്റ്റ് മാസം 11 ഒരു താൽക്കാലിക വിധി സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് പ്രഖ്യാപിച്ചു. ആ താൽക്കാലിക വിധിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതുവരെ ഈ ആനിമൽസിന്റെ ജനനം നിയന്ത്രിക്കുന്നതിനുള്ള റൂൾസ് ഉണ്ടായിരുന്നു. ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ്, ABC റൂൾസ് 2023, 21 ഉണ്ടായിരുന്നു. അത് പിന്നീട് റദ്ദ് ചെയ്ത് 23 ഒരു സമഗ്രമായി ആണെന്ന തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവന്നു 2023. അത് പ്രകാരം ഈ തെരുവൊട്ടികളെ കൊല്ലാൻ നമുക്കറിയാലോ 1960 മൃഗങ്ങൾക്കെതിരെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം തെരുവ് നായ്ക്കളെ അല്ലെങ്കിൽ ഇങ്ങനെ നായ്ക്കളെ കൊല്ലാനൊന്നും അധികാരം ആർക്കുമില്ല. അത് പിന്നീട് അങ്ങനെ കൊല്ലാൻ അധികാരം ഇല്ല എന്ന് പറയാൻ കഴിയില്ല തീർത്തും. പക്ഷെ ഈ തീർത്തും രോഗബാധിതയായ പട്ടികൾ അങ്ങനെ അവരെ അത്തരം പട്ടികളെ കൊല്ലാമായിരുന്നു. അന്ന് ഈ മജിസ്ട്രേറ്റിൻ്റെ ഒക്കെ പെർമിഷൻ കൂടിയിട്ട് കൊല്ലാമായിരുന്നു. മറ്റൊരു തരത്തിലും അത്തരം നായ്ക്കളെ കൊല്ലാൻ പാടില്ല. ഈ 60-ന് ശേഷം ഇത് അഭൂതപൂർവമായ വളർച്ച ഉണ്ടായല്ലോ. അങ്ങനെയാണ് 2023 കേന്ദ്ര ഗവൺമെൻറ് ABC റൂൾസ് എന്ന ഒരു ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പാസ്സാക്കുന്നത് 2023. പക്ഷെ അതും പ്രായോഗികമല്ലാതിരുന്നു. അതെന്നുവെച്ചാൽ ഇതിനെ ഈ തെരുവ് നായ്ക്കളെ എവിടെയാണോ അത് ഉള്ളത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഷെൽട്ടറിലാക്കി അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് ഇമ്മ്യൂണൈസ് ചെയ്ത് തിരിച്ചവിടെ തന്നെ കൊണ്ടുവിടുക എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ വിധിയിലും വന്നിട്ടുള്ളത്. ആദ്യത്തെ വിധി 2025 ഓഗസ്റ്റ് 11 വന്ന വിധിയിൽ ഇത് തന്നെയാണ്. തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോവുക, അതിനെ ഷെൽട്ടറിൽ അടക്കുക, അതിൻ്റെ വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, സ്റ്റെറിലൈസേഷൻ നടത്തി തിരിച്ചവിടെ തന്നെ കൊണ്ടുവിടേണ്ടതാണ്. ഈ ഷെൽട്ടറിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് 2025 ഓഗസ്റ്റ് 11 വിധിയിൽ പറഞ്ഞത്. ഈ ഷെൽട്ടറിൽ സൂക്ഷിക്കണം, തിരിച്ചു കൊണ്ടുവിടാൻ പാടില്ലെന്നാണ്. അത് സാറേനോട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിധിയില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിധി, അതിൻ്റെ സുപ്രധാനമായ കണ്ടെത്തലുകൾ, അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഡയറക്ഷൻസ് എന്താണ്, നിർദ്ദേശങ്ങൾ എന്താണ്? ഈ വിധി എന്നെ സംബന്ധിച്ച് ഈ വിധി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ ഇതിൽ തെരുവ് പട്ടികളുടെ സംരക്ഷണവും മൃഗസ്നേഹികളുടെ താല്പര്യവും ഈ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ്. എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരുടെയും സംരക്ഷണം, അവരുടെ താല്പര്യ സംരക്ഷണം ഒക്കെ ഈ വിധിയിലുണ്ട്. ഈ പുതിയ 2025 നവംബർ മാസം ഈ 7-ാം തീയതി പ്രഖ്യാപിച്ച വിധിയിലെല്ലാം ഉണ്ട്. 3-അംഗ ബെഞ്ച് പ്രഖ്യാപിച്ച വിധി. ആ വിധി അടിസ്ഥാനമാക്കിയത് പ്രധാനപ്പെട്ടും നമ്മുടെ മൗലികാവകാശം, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. കാരണം ഈ തെരുവുപട്ടികൾ ഇപ്പം നമ്മളെ ഒരു വ്യക്തിപരമായ കാര്യം തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പേ വരെ നമ്മുടെ വീട്ടിനൊക്കെ അടുത്തുകൂടെ റോഡിലൂടെ രാവിലെയും വൈകുന്നേരവും നടക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. സായാഹ്ന നടത്തും, പ്രഭാത നടത്തും. ഇപ്പൊ ആൾക്കാർ കുറഞ്ഞു വരികയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം ഞാനിത് വീക്ഷിക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഈ സാമൂഹ്യ പ്രശ്നം, എന്തുകൊണ്ട് സാമൂഹ്യ പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചതിന്റെ എനിക്ക് നേരിട്ട് അനുഭവം എന്ന് വെച്ചാൽ ഞാനിത് ഒട്ടുമിക്ക സമയങ്ങൾ പരിശോധിക്കുന്ന ആളാണ്. ഇപ്പം തുലവും കുറഞ്ഞു. ഈ രാവിലെയും വൈകുന്നേരം നടക്കുന്ന ആള്, ചിലപ്പോൾ രാത്രി 7-8 മണിക്കൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് റോഡിലൂടെ. ആൾക്കാരില്ല നടക്കാൻ. എന്താണ് ഭയം? കാരണം വെച്ചാൽ എപ്പോഴാണ് ഈ തെരുവ് നായി വന്ന് ആ ഭയം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത് ഭരണകൂടത്തിന്റെ അപ്പോൾ അതെന്താ, നമ്മളെ മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായി.
നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയും പോകാമല്ലോ. അപ്പോൾ അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മൗലിക ജീവിക്കാനുള്ള അവകാശം അതിന്റെ ലംഘനമാണ്. അപ്പൊ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ പിന്നെ ഗവൺമെന്റുകൾ സർക്കാരുകളാണ് ഇത് ഈ പിന്നെ നമ്മുടെ മൗലികാവകാശം സംരക്ഷിക്കേണ്ടത്. പക്ഷെ സർക്കാർ ഇപ്പോൾ ഈ പറയുന്ന ABC റൂൾസ് പോലെ റൂൾസ് ഉണ്ടാക്കിയത് പ്രായോഗികമല്ലാത്ത റൂൾസ് ഉണ്ടാക്കി. അപ്പൊ ABC റൂൾസിന്റെ വ്യാഖ്യാനവും ഈ 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് ടു ആനിമൽസ് ആക്ടിന്റെ വ്യാഖ്യാനവും ഭരണഘടനയുടെ വ്യാഖ്യാനവും എല്ലാം കൂടെ മൃഗസ്നേഹികളുടെ പിന്നെ താല്പര്യവും സമൂഹത്തിന്റെ താല്പര്യം ഒക്കെ പരിശോധിച്ചിട്ടുള്ള ഒരു വിധിയാണ് വളരെ കൃത്യമായ വളരെ ശ്ലാഘനീയമായ. വേറൊരു കാര്യമുണ്ട് സാറേ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ വന്യമൃഗങ്ങൾ പോട്ടെ, വന്യമൃഗങ്ങളിലേക്ക് നമ്മൾ കാടിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ കാട്ടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് വലിയ ഭീഷണിയാണ്. കാടിനെ നമ്മൾ വെട്ടിത്തെളിച്ച് ഇല്ലാതാക്കിയാകുമ്പോഴുണ്ട് അതിൻ്റെ ഒരു തിക്തഫലമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ പിന്നെ പട്ടി കടിച്ചിട്ട് നിരന്തരമായിട്ട് അല്ലെങ്കിൽ പട്ടികളുടെ കടി കൊണ്ട് മരണപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനുഷ്യൻ്റെ ജീവനാണോ വലുത്, മൃഗങ്ങളുടെ ജീവനെയാണോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നിയമത്തെ സംബന്ധിച്ചിടത്തോളം വലുത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുമ്പൊരു ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ, നായ്ക്കളുടെ എല്ലാം കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിധി വന്നപ്പോൾ സമൂഹത്തിൽ ഒരുപാട് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കടി കിട്ടിയവർക്കെല്ലാം അതിൻ്റെ വേദന അറിയും. എന്നിട്ട് ആ സമയത്തുള്ള ട്രോളൊക്കെ വന്നിരിക്കുന്ന പറഞ്ഞാൽ കോടതിയിൽ പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചു കൊണ്ടുവന്നു. അത് മാത്രമല്ല ജഡ്ജിയുടെ വീട്ടിലേക്ക് പിന്നെ ഈ പട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ വികാരത്തിനനുസരിച്ചിട്ടും ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ് സാറേ, പിന്നെ മനുഷ്യജീവനാണോ വലുത് അല്ല മൃഗങ്ങളുടെ ജീവനാണോ വലുത്? അതെന്തുകൊണ്ട് അങ്ങനെ കോടതി അങ്ങനെ പരിഗണിക്കുന്നില്ല? അതായത് മനുഷ്യനെ ആക്രമിക്കുന്ന അക്രമകാരികളായ പട്ടികളെ കൊല്ലാൻ എന്തുകൊണ്ട് മനുഷ്യൻ അല്ലെങ്കിൽ കോടതി വിധി പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതുതരം സസ്യ ജന്തു പിന്നെ ജാലങ്ങളായാലും നമ്മുടെ ഒരു പരിസ്ഥിതി സംരക്ഷണ സുരക്ഷിതത്വം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ഇതിനൊക്കെ നിലനിർത്തുന്നതിൽ ഈ മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും എല്ലാത്തിലും വലിയ റോളില്ലേ? നമ്മുടെ ഭൂമിയുടെ അവകാശികൾ മുഹമ്മദ് ബഷീർ എഴുതിയതുപോലെ ഭൂമിയുടെ അവകാശികളാണ്. ഷാൻ എന്ന ഒരു നായയിലാണ് ആ സാഹിത്യം പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നായ ഈ സമൂഹത്തിന്റെ ഭാഗമല്ല, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയല്ലേ. നായക്ക് നായയുടേതായ റോള് ഉണ്ട്. കാരണം വെച്ചാൽ ഈ നായ പല പിന്നെ നാശിനികളെയും കൊല്ലും, ഇല്ലാതാക്കി നശിപ്പിക്കും. പിന്നെ അതിന്റെ കാഷ്ടം ഒക്കെ ഈ ചില പറമ്പുകളിൽ ഇട്ട് നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് നൈട്രജൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമാവും. പിന്നെ നായ ഇപ്പം അതിനെ ബീഭത്സമായ ഒരു ആയതുകൊണ്ടാണ് നായയെ കൊല്ലണം എന്ന് പറയുന്നത്. ഒരു കാലത്ത് നായ ഏറ്റവും അധികം മനുഷ്യൻ പിന്നെ എന്താ പറയണ്ടത്, നായ മനുഷ്യന്റെ സഹചാരിയെ പോലെ കൊണ്ടുവരുന്ന വളർത്തുമൃഗം ആയിട്ട് നായ ഇന്നൊന്നും തുടങ്ങിയതല്ല. എനിക്കൊന്നത് ഇന്ന് മനുഷ്യന്റെ അതിന്റെ ഒരു പിന്നെ കാര്യം എന്ന് വെച്ചാൽ അത് നായനെ കൊല്ലുന്നതല്ല അതിന്റെ പരിഹാരം. ആ നായനെ കൊല്ലാൻ വേണ്ടി കോടതി അനുവാദം കൊടുക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി. പക്ഷെ കോടതി ഈ വിധിപ്രകാരം നായനെ കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടില്ല. അതിനെ കൊല്ലുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് കോടതിക്കുള്ളത്. കൊല്ലുകയല്ല, പുനരധിവസിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിനെ ഷെൽട്ടറിൽ ആക്കുക, അതിനെ സംരക്ഷണം കൊടുക്കുക, അപ്പോൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യുക. അങ്ങനെ ആനിമൽ ആക്ടിവിസ്റ്റുകളുടെ ആനിമൽ ആക്ടിവിസ്റ്റിന്റെ അവരെ താല്പര്യം സംരക്ഷിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അവർക്ക് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുകയാണല്ലോ വേണ്ടത്. ആനിമൽ ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടത് മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ്. സംരക്ഷണമാണ് ഈ വിധിപ്രകാരം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ തെരുവിൽ അലഞ്ഞുതിരിയാൻ പാടില്ല. തെരുവിൽ അലഞ്ഞുതിരിയുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു വിദേശി ബാംഗ്ലൂർ വന്നു. ഒരു വിദേശി ഒരു വെൽഷ് എന്ന കമ്പനിയുടെ എന്റർപ്രണറാണ് അദ്ദേഹം. പിന്നെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടോ ബിസിനസിന്റെ ഭാഗമായിട്ടോ ഇന്ത്യയിൽ വന്നു. ബാംഗ്ലൂർ വെച്ച് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മോർണിംഗ് വാക്കിന്റെ സമയത്ത് അദ്ദേഹത്തിന് നായ്ക്കടിയേറ്റു. ഇന്ത്യ രാജ്യത്തിന് മഹാ നാണക്കേടായി. കാരണം വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അന്തസ് ഇടിയുന്ന ഒരു നില വന്നു. ടൂറിസം മേഖലയെ ബാധിക്കുന്നു, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു, സമൂഹത്തിനെ ബാധിക്കുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്ന് ഇതിനെ ഒരു തക്കതായ നിയമം, ഒരു ഫലപ്രദമായ നിയമം കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു. അതിന്റെ അഭാവത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാൻ ഇടയായത്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം ആനിമൽ കൺട്രോൾ ബോർഡ്
ആനിമൽ കൺട്രോൾ ബോർഡിനോട് നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ ഇത് നടപ്പിലാക്കാനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി അതിലുണ്ട്. അതിൻ്റെ ഈ ഒരു വിധി മാനിച്ച് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു ഒരു സമഗ്രമായ നിയമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കണമെന്നാണ് പറയാനാണ് എനിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അത് ഒരു പൊതുവെ സമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ്. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റിനെ ആക്രമിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ തെരുവുനായ അങ്ങനെ കേവലം ഒരു നായയായിട്ട് കാണണ്ട. ഇതിന്റെ ഒരു പ്രശ്നം സാമ്പത്തിക സാമൂഹ്യ ഇമ്പാക്ട് ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അന്തസ് മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ കുറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഉള്ളത് പറയുന്നത് അവർക്കൊക്കെ ഈ ഷെൽട്ടർ ഹോമിലാണ് ഇവരെ ഈ ഡെസിഗ്നേറ്റഡ് ഷെൽട്ടർ ഹോമിലാണ് മറ്റു രാജ്യങ്ങളിലും ഈ തെരുവ് നായ്ക്കളെ നമ്മളിപ്പോ പല ഈ സഫാരി ടി വി പോലത്തെ കാണുന്നുണ്ട്. ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിൽ നമ്മൾക്ക് ഈ തെരുവിൽ നായ്ക്കളെ കാണാൻ പറ്റില്ല. ഈ ടി വി എടുത്ത് നോക്കിയാൽ അതെല്ലാം ഷെൽട്ടർ ഹോമിലാണ് അവർ അടക്കുന്നത്. അതല്ല, അത് മാത്രമല്ല അതിന്റെ ഓണർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ വളർത്തു നായ്ക്കളെ നമ്മൾ തുറന്നു വിടും. അതിന് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അത് അനാഥമായിട്ട് നമ്മൾ തുറന്നു വിടുകയാണ്. പിന്നെ അത് പിന്നീട് പുറത്തുപോയി പെറ്റുവരികയാണ്, തെരുവിൽ പോയി പെറ്റുവരികയാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിട്ടായിരുന്നു. രാജസ്ഥാൻ ഹൈക്കോടതിയിൽ കേസ് വരാൻ കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹൈവേയിലും നാഷണൽ ഹൈവേയിലും സ്റ്റേറ്റ് ഹൈവേയിലും പരക്കെ വ്യാപകമായിട്ട് ഈ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളാണ് അവിടെ. അതിന്റെ ഫലമായിട്ട് ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ് ഈ രാജസ്ഥാൻ ഹൈക്കോടതി ഇതുപോലെ ഈ സമാനമായിട്ടുള്ളൊരു ഉത്തരവ് രാജസ്ഥാൻ ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി രാജസ്ഥാൻ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി കൂട്ട് ചെയ്തു. ആ വിധി കൂടെ കൂട്ട് ചെയ്തു, അതിന് ഒന്നും കൂടെ ബലപ്പെടുത്തുകയും ചെയ്തു. അത് രാജസ്ഥാനിൽ മാത്രമായിരുന്നു ആ ഒരു വിധി ഒതുങ്ങിയത്. പക്ഷെ അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വ്യാപകമാക്കി. ആ വിധിയാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഈ ഗൈഡ് ലൈൻസ് പറയാനുള്ള ഒരു ഗൈഡൻസ് എനിക്ക് തോന്നുന്നു ആ വിധിയാണ് ഉണ്ടായിട്ടുണ്ടാവുന്ന എനിക്ക് പറയാം. ഇത് മാത്രമല്ല, ഇതിപ്പോ നമ്മളൊരു തെരുവിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നം. നമ്മുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ 30 പേരെയാണ് തെരുവുപട്ടികൾ കടിച്ചത്. 30 പേരെ, അതും കണക്ക് വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 18 പേരെ തെരുവുനായി കടിച്ചു. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ 50 പേരെ തെരുവുനായി കടിച്ചു. പിന്നെ കുട്ടികൾ പനമരത്ത് ഒരു സ്കൂളിൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ തെരുവുനായി കടിച്ചു. ഇത് റിപ്പോർട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് റിപ്പോർട്ട് ചെയ്ത കേസ് മാത്രമാണ്. അൺറിപ്പോർട്ടഡ് ആയിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടാവും ഇത് കൂടാതെ. അപ്പൊ ഈ വിധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നല്ലോ. ഈ വിധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും നടപ്പിലാക്കാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട്. അതന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതാണ് സാറേ. അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിന് പൂർണ്ണ ചുമതലയുണ്ടാവുക. സ്വാഭാവികമല്ലേ? വകുപ്പ് തദ്ദേശ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെയാണ്. കാരണം ഇനി പട്ടികളുടെ പെരുകുന്നത് തടയുന്നതും അതുപോലെ തന്നെ കൊല്ലണോ അല്ലെങ്കിൽ ഷെൽട്ടറിലാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിൽ എന്തായാലും നായ്ക്കളെ വധിക്കാൻ പറ്റുന്നതല്ല, കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഈ ഷെൽട്ടറിലാക്കേണ്ടി വരും അല്ലേ? അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കേണ്ടി വരും പട്ടികൾക്ക് എന്ന് പറയും. പക്ഷേ നമ്മുടെ ശ്രീ എം പി രാജേഷ് നമ്മുടെ മന്ത്രി പറഞ്ഞതെന്ന് ഇത് പ്രായോഗികമല്ല എന്നാണ്. ഈ വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല എന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതിനിടെ പറഞ്ഞല്ലോ. വിധി വന്ന ഉടനെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു ആ ഒരു പ്രതികരണത്തെ? അദ്ദേഹം പറഞ്ഞതിൽ ചില വസ്തുതകൾ ഇല്ലാതില്ല. കാര്യം ഈ 2023 ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ തെരുവുപട്ടികളെ കണ്ടെത്തുക, അവയെ ഷെൽട്ടർ ഹോമിൽ പിടിക്കുക, ഷെൽട്ടർ ഹോമിൽ എത്തിക്കുക. ഈ ഷെൽട്ടർ ഹോമിൽ അതിനെ ഇമ്മ്യൂണൈസ് ചെയ്യുക, അല്ലെ സ്റ്റെറിലൈസ് ചെയ്യുക. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ ഷെൽട്ടർ ഹോം, ഈ ഇമ്മ്യൂണൈസേഷനും സ്റ്റെറിലൈസേഷനും നടത്തുന്ന ഷെൽട്ടർ ഹോം ശീതീകരിച്ച റൂമായിരിക്കണം, ഹൈടെക് ആയിരിക്കണം. അത് മാത്രമല്ല, അതിന് ഈ ഇമ്മ്യൂണൈസേഷനും സ്റ്റെറിലൈസേഷനും നടത്തേണ്ട വെറ്റിനറി ഡോക്ടർ 2000 സർജറി അതിനു മുമ്പേ നടത്തിയ പരിചയമുള്ള ഡോക്ടറായിരിക്കണം. പിന്നെ ഇതിന്റെ പരിചരണം അതിന് ശേഷമുള്ള ഈ സർജറിക്ക് ശേഷം അന്നത്തെ ഇത് പ്രകാരം ഈ സർജറിക്ക് ശേഷം 6 ദിവസത്തിനുള്ളിൽ ഇതിന്റെ മുറിവ് ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം തിരിച്ചു കൊണ്ടുവിടാൻ ഷെൽട്ടറിലേക്ക്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട് അത് വായിച്ചത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കേരളത്തിൽ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2022
22 മുതൽ 24 വരെ ഈ കേരളത്തിൽ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരം ഷെൽട്ടർ ഹോമുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷെൽട്ടർ ഹോമിൽ കൊണ്ടുപോയി ഈ ഷെൽട്ടർ ഹോമിനൊന്നും ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് പ്രകാരമുള്ള മാനദണ്ഡ പ്രകാരമുള്ള പിന്നെ സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യമില്ലാത്ത ഷെൽട്ടർ ഹോമുകളാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് വന്നു, അടച്ചുപൂട്ടാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞാൽ കേരളം പോലത്തെ ഒരു സംസ്ഥാനങ്ങളിൽ ഈ ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനനിബിഡമായ ഒരു സ്ഥലമാണ് നമ്മുടെ സംസ്ഥാനം. ഷെൽട്ടർ ഹോം മിക്കവാറും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടെന്ന് പറയാം. പക്ഷെ അത്തരം സ്ഥലത്ത് ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം വൻതോതിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുടുംബശ്രീകൾ ആരംഭിച്ച ഏകദേശം എല്ലാ ഷെൽട്ടർ ഹോമുകളും പൂട്ടി. ഏകദേശം 72,000-ഓളം നായ്ക്കളെ ഇതുവഴി പിടിച്ചെടുക്കുകയും ഷെൽട്ടർ ഹോമിലെത്തിക്കുകയും ഇമ്മ്യൂണൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അപ്പം പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ അത് പരിഹരിച്ച് ആ ബുദ്ധിമുട്ട് തരണം ചെയ്ത് ഇത് നടപ്പിലാക്കാൻ എന്നാണ് ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത്. കാരണം ചെലവ് വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഇത് നടപ്പിലാക്കണം വേണ്ടി വേറെ തന്നെ ഒരു ഫണ്ട് അല്ല, കേരളത്തിൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ വെച്ച് എനിക്ക് തോന്നുന്നു വലിയ സംഖ്യ കേരളത്തിൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് ആ നീക്കി വെച്ച അത്രയും സംഖ്യ ചെലവാക്കാൻ കേരളത്തിൽ സാധിച്ചില്ല ഈ പ്രതിഷേധങ്ങൾ കാരണം. പഞ്ചായത്തുകൾക്ക് ഏകദേശം 95 കോടിയോ അങ്ങനെ എന്തോ. ഇത് ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആനിമൽ ആക്ടിവിസ്റ്റുകളല്ലല്ലോ പ്രതിഷേധിക്കും, ഇത് പുതിയ പ്രതിഷേധക്കാർ. ഇത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഈ ഷെൽട്ടർ ഹോമിന്റെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ താമസിക്കുന്ന അവർക്ക് ഈ പറയുന്ന മാലിന്യ പ്രശ്നം ഉണ്ടാവും, പരിസര മലിനീകരണം, ഇതൊക്കെയുള്ള വിഷയങ്ങൾ ഊന്നിയിട്ടായിരിക്കും വിഷയത്തിൽ. യഥാർത്ഥത്തിൽ ഈ പട്ടികൾ, ഞാനൊരു വേറൊരു ചോദ്യം ഒന്നും ചോദിക്കാം. അതായത് യഥാർത്ഥത്തിൽ ഈ പട്ടികളുടെ ഞാനൊക്കെ അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആവാസ വ്യവസ്ഥക്ക് പട്ടികളുടെ സംഭാവന എന്താണെന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഷെൽട്ടർ ഹോമിൽ നമ്മളാക്കി. ഷെൽട്ടർ ഹോമിൽ അവർ അവിടുത്തെ നിൽക്കുന്ന അവരും ഈ പ്രകൃതിയായിട്ട് എങ്ങനെയാണ് വേറെ മറ്റൊരു തരത്തിൽ പ്രകൃതിയായിട്ട് എങ്ങനെ അവർ ഇണങ്ങുന്നുള്ളത്. ഇപ്പോൾ മറ്റ് പല ജീവികളും സസ്യങ്ങളും എല്ലാം നമുക്ക് പ്രകൃതിയിൽ ഇങ്ങനെ യഥേഷ്ടം കാണാം. അത് നേരിട്ട് പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ വന്യമൃഗങ്ങളാണെങ്കിൽ കാടുകളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകം, അവരുടേതായിട്ടുള്ള സ്ഥലമാണ്, അത് അവരുടെ സാമ്രാജ്യമാണ്. അതും അവിടുത്തെ പ്രകൃതിയും ആയിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ട്, എനിക്ക് അതിൻ്റെ ജീവശാസ്ത്രം എന്നറിയില്ല, ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ പട്ടികൾ ഷെൽട്ടർ ഹോമിൽ നിന്ന് ഇങ്ങനെ ഓരോ പട്ടിയും ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം അങ്ങ് കുറഞ്ഞില്ലേ? അവിടെ പെരുകുന്നില്ലല്ലോ. അല്ല, പെരുകാനും സാധ്യതയുണ്ട്. ഈ ഇമ്മ്യൂണൈസേഷൻ എല്ലാ കാലത്തും പിന്നെ എന്താ പറയുക പൂർണ്ണ വിജയം നമുക്ക് പറയാൻ പറ്റില്ല. പെരുകാനും സാധ്യതയുണ്ട്. അവിടെയും പെരുക ഇതിന് ഇവിടെ ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഷെൽട്ടർ ഹോം എന്നുള്ളതുകൊണ്ട് അവർ പിന്നെ പ്രകൃതിയെ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ പറ്റൂല. അതെങ്ങനെ പറ്റുക? അങ്ങനെ പറ്റൂല. പ്രകൃതിനെ ഒറ്റപ്പെട്ടൊന്നുമില്ല. അവരാ ജീവൻ അവിടെ ഉണ്ട്. അവരാ ഷെൽട്ടർ ഹോം എന്ന് പറഞ്ഞാൽ നമ്മള് ഷെൽട്ടർ ഹോം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലുണ്ടാവുന്നത് പട്ടിക്കൂടാണ്. അങ്ങനെ ഷെൽട്ടർ ഹോം അത്തരത്തിലുള്ള ആവശ്യമായ സൗകര്യം ഉണ്ടാവണമെന്നില്ല. സൗകര്യവും പ്രകൃതിയുമായിട്ട് എന്തെങ്കിലും തരത്തില് അതൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ വരാൻ ആനിമൽ പിന്നെ കൺട്രോൾ ബോർഡ് അതൊക്കെ അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അതിന്റെ എത്ര ഇതിന്റെ സ്പേസ് എത്ര വേണമെന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഇറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പിന്നെ നല്ല ഈ വിധിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു വിധിയാണ്, സമഗ്രമായിട്ട് വിധിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പിന്നെ ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 21 എൻ്റെ ഒരു സംശയമാണ് സാറേ. അതായത് ഇത് മനുഷ്യർക്ക് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യവും നമ്മുടെ അഭിപ്രായപ്പെടുന്ന സ്വാതന്ത്ര്യം അല്ലേ, ഇതല്ലേ നമ്മൾ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ആണല്ലോ മൗലികാവകാശങ്ങൾ. അതേപോലെ നേരത്തെ ബഷീറിൻ്റെ കഥ പറഞ്ഞതുപോലെ അതേപോലുള്ള അവകാശം ആർക്കുണ്ട്? ഇവിടുത്തെ എല്ലാ പക്ഷി മൃഗാദികൾക്കും ഉണ്ട്. അങ്ങനെയല്ലേ? അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് പിന്നെ ഈ വിധിയിൽ അങ്ങനെ ഒന്നുണ്ട്. അതായത് ഇവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്നത് ആ മൗലികാവകാശം നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നത്, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറയുന്ന മൗലികാവകാശ ലംഘനമാണ്. അതേപോലെ ഈ മൃഗത്തിനും ജീവിക്കാനുള്ള അവകാശം, മൃഗത്തിനും നമ്മൾ മൗലികാവകാശം കൽപ്പിച്ചു കൊടുത്തതായിട്ടുള്ള ഒരു ധ്വനി ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ ഈ വിധിയിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് മൃഗങ്ങൾക്ക് മൗലികാവകാശം ഉണ്ടോ, ഈ മനുഷ്യനുള്ള മൗലികാവകാശം 19, 21 പോലുള്ള മൗലികാവകാശം മൃഗങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതിയുടെ മുമ്പേ തന്നെ വന്നൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പിന്നെ ഉള്ളൊരു കേസിൽ പറയുന്നത്. അതിന് മുമ്പേ ഒരു കേസ് ഉണ്ടായിരുന്നു, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ വേഴ്സസ് പിന്നെ നാഗരാജ എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഈ വിഷയം
ഒന്ന് പിന്നെ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു, മൗലികാവകാശം മൃഗങ്ങൾക്കുണ്ടോ. അത് പിന്നെ ആ കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് ബന്ധപ്പെട്ട സർക്കാരുകൾ, ബന്ധപ്പെട്ട ഈ കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പിന്നെ ആണ് അവർ അവർ ഇതിലേക്ക് എത്തും തീരുമാനിച്ചത്. സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ആ പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത് മൗലികാവകാശമാണോ ഭരണഘടന. ഇപ്പം നിലവിലെ ഭരണഘടന ആർട്ടിക്കിൾ 1921 പ്രകാരം ആർട്ടിക്കിൾ 19 സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ, പൗരന്മാർക്ക് സിറ്റിസൺസിന് മാത്രമേ ആർട്ടിക്കിൾ 19 ബാധകമുള്ളൂ. അവർക്ക് മാത്രമേ ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള മൗലികാവകാശമുള്ളൂ. 21 പ്രകാരം പേഴ്സൺസ് ആണ്, വ്യക്തികൾക്ക്. സിറ്റിസൺസ് മാത്രമല്ല, പേഴ്സൺസ് ആണ്. അപ്പൊ ആനിമൽസ് ഇത് രണ്ടുപേരും പറയുന്നില്ല. ഇനി നാളെ ആനിമൽസും കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് സന്തോഷിക്കാം. അതെ, അത് നല്ലൊരു ക്ലാസിഫിക്കേഷൻ അതല്ലേ. ഈ സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാർ മാത്രം, ഇന്ത്യൻ പൗരന്മാർ. പേഴ്സൺസ് എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ നിയമങ്ങളിലും ഈ പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കലുണ്ട് അല്ലേ. ആ പേഴ്സൺ ഒരു വലിയൊരു ഡെഫിനിഷനാണ്. അതെ, ഇന്ത്യൻ പീനൽ കോഡിലും ഒക്കെ പേഴ്സൺസ് ആണ്. നോ പേഴ്സൺ ഷാൽ, അതെ, അങ്ങനെയാണ് അതിലൊക്കെ പറയാം. നോൺ സിറ്റിസൺ ഷാൽ എന്നല്ല അതിലൊന്നും പറയാം. കാരണം വിദേശി ഇവിടെ വന്ന്, വിദേശ പൗരൻ ഇവിടെ വന്ന് ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും പീനൽ കോഡ് ബാധകാന്നുള്ള രീതിയിൽ നോ പേഴ്സൺ ഷാൽ എന്നില്ലാന്ന് പലപ്പോഴും ഉപയോഗിച്ച് കാണുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ആ നിയമത്തിന്റെ പരിധിയിൽ മൃഗങ്ങളെയും വരും. മൃഗങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ നിയമം പലതും വേറെയുണ്ട് ഇവർക്ക്. മൃഗങ്ങൾ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? വേറെ അത് പിന്നെ വന്യജീവികൾക്ക് സംരക്ഷിക്കാം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട്. ബർത്ത് കൺട്രോൾ റൂൾസ് ആണ് ഇവർ അതിന് ശേഷം ഉണ്ടാക്കിയ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസിന്റെ ഭാഗമായി ഗവൺമെന്റ് പിന്നെ പാസ്സാക്കിയാണ് ബർത്ത് കൺട്രോൾ റൂൾസ്. നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ് വേറെ ആ ചോദ്യത്തിൽ ഒരു ഇതുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് മുമ്പേ തന്നെ ഉണ്ട്. 428 വകുപ്പിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് ആനിമൽസിന് എതിരെ ക്രൂരത പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശിക്ഷാർഹമായ കുറ്റമാണ്. IPC സെക്ഷൻ 428 ആണ് തോന്നുന്നു. IPC അതുണ്ട് ഇതില് ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ 428. ശരി, അതിലെന്താ ഈ പറഞ്ഞ പോലെ അത് മൃഗങ്ങൾക്ക് ഇതിലുള്ള പിന്നെ ക്രൂരത തടയുന്നതിനുള്ള പ്രൊവിഷനാണത്. അല്ല, പീനൽ കോഡും ശരിക്കും പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയാണല്ലോ അല്ലേ. പീനൽ കോഡ് 1860 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമമാണ്. അന്നേരം ഈ ആനിമൽസിനെതിരെയുള്ള ക്രൂരത തടയുന്നതിന് പ്രൊവിഷൻ അതിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഡൊമസ്റ്റിക്, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ ഇവരെല്ലാം ഡൊമസ്റ്റിക് ആനിമൽസ് ആണല്ലോ. ഡൊമസ്റ്റിക് ആനിമൽസിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും നിയമവ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. ഡൊമസ്റ്റിക് ആനിമൽസ് എല്ലാത്തരം ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A പാർട്ട് 4 അതിൽ തന്നെ ഈ എല്ലാ തരം പിന്നെ ജീവികളോടും അനുകമ്പ വേണം. കമ്പാഷൻ ടു ഓൾ ക്രീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. കമ്പാഷൻ ടു ഓൾ ക്രീച്ചേഴ്സ് അത് നമ്മൾ ഡ്യൂട്ടിയാണ്. അതെ 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 എല്ലാ ക്രീച്ചേഴ്സിനോടും നമുക്ക് ആ ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിനോട് ഒരു അനുകമ്പ വേണമെന്നുള്ളത് അതിൽ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണികളിൽ ഇവരെല്ലാം നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റും. നമുക്ക് പ്രതിഷേധിക്കാം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് സമൂഹത്തിന് ഒരു ഭീഷണിയായി വരുമ്പോൾ വേറൊരു കാര്യമുണ്ട് സാറേ. ഞാനിപ്പോൾ മുമ്പ് എൻ്റെ വീട്ടിലൊരു പട്ടിയെ ഞാൻ വളർത്തിയായിരുന്നു. അതിൻ്റെ ഒരു എന്താണ് പറയുക, പിന്നെ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം അടുത്തടുത്ത് വീടുകളാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിന് അത് ബോധ്യപ്പെടും. പിന്നെ ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാ വീടിൻ്റെയും കാവൽക്കാരൻ ഇവനാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി നടക്കും. എന്തെങ്കിലും ഒരു ഒച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വീടിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. അങ്ങനെ വളരെ എല്ലാം എൻ്റെ വീട് മാത്രമേ നടത്തും. രാത്രി ഇങ്ങനെ അഴിച്ചിറങ്ങി. പക്ഷെ ഒരു ദിവസം ഇവൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ അടുത്ത വീട്ടിലൊരു കോഴീനെ ആക്രമിച്ച് കൊന്നതിന് ശേഷം, അതുവരെ എന്ന് പറയുന്നത് നമ്മുടെ പട്ടി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിന് ശേഷം എന്ന് പറയുന്നത് എൻ്റെ നായി, സുഗുവിൻ്റെ നായിയായി. മനസ്സിലായത്, സുകുമാരൻ്റെ നായി പട്ടിയായി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പട്ടികളെ നമുക്ക് എപ്പോഴാണോ ശല്യമായി മാറുന്നത് എനിക്ക് വേറെ അനുഭവമുണ്ട്. ഞാനതിപ്പോൾ പങ്കുവെക്കുന്നില്ല. ശല്യമായി മാറുമ്പോൾ, എല്ലാ ഡൊമസ്റ്റിക് ആനിമൽസും ശല്യമായി മാറുമ്പോൾ ആണ് നമുക്ക് സാധാരണയായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഇതിൽ വന്നത്. എന്താണ്, കുറച്ച് വയസ്സാകുമ്പോഴേക്ക് ഈ തെരുവിൽ അലയുന്ന നായുടെ കഴുത്തിൽ ചിലപ്പോൾ ഈ ഇത് കാണാം, ചെയിൻ കാണാം. വീട്ടിൽ നിന്ന് വരുന്ന നല്ല നായ്ക്കളാണ് വീട്ടിൽ വളർത്തിയിട്ട് അവർ വീഴ്ചയാണ്. അങ്ങനെ നമ്മൾ കൊല്ലാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചില പട്ടികളെ
പുറത്തേക്ക് വിടുന്നു. അക്രമകാരികളായ പട്ടികളെ, അയൽവക്കത്ത് കോഴീനൊക്കെ പിടിക്കുന്ന പട്ടികളെ പുറത്ത് വിടുന്നു. അത് പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യുന്നു, അവർ കുട്ടികളൊക്കെ ആക്രമിക്കുന്ന ആ ശീലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വളരാൻ കാരണം സമൂഹം തന്നെയാണ്. സമൂഹം നമ്മുടെ നിലപാടാണ്. തീർച്ചയായും. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ മാംസാഹാരം വല്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലം. അടുത്ത കാലത്ത് എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 5-10 വർഷത്തിന് ഇപ്പുറമാണ് ഈ മാംസാഹാരം വ്യാപകമായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിന്റെ അത് നമ്മളിപ്പോൾ പിന്നെ പിറന്നാളിന് പോലും എന്താ പറയുക ചിക്കൻ ബിരിയാണിയിലേക്ക് മാറിയില്ല. നമ്മളെ സംഭവം അങ്ങനെ മാറി. പിറന്നാളിന്റെ കുട്ടിയുടെ ആദ്യത്തെ 28ാം പിറന്നാളിന് പോലും ചിക്കൻ ബിരിയാണിയാണ് ഇപ്പം പല സ്ഥലത്തുള്ളത്. അപ്പൊ ഈ ഇത്തരം മാംസാഹാരത്തിന്റെ വേസ്റ്റ് അതിന്റെ അവിടെ പ്രശ്നം. ഈ മാംസാഹാരത്തിന്റെ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യും. നമ്മളെ വീട്ടുപറമ്പിലല്ല അത് ഉണ്ടാവുക. നമ്മളുടെ വേസ്റ്റുകളെല്ലാം മറ്റുള്ള പറമ്പിലേക്കും അല്ല പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവിടുന്ന അവസ്ഥ. നമ്മളെ ഈ പ്രദേശത്ത് നോക്കുക, ഇത് തിന്നാനായി പട്ടികൾ വരുന്നു. ഒരു ആഹാരം കിട്ടിയ സ്ഥലത്ത് പിന്നെയും അത് വരും. പിന്നെ അത് ആഹാരം തേടി അവിടത്തേക്ക് തന്നെ വരും. ആ ഗ്രൂപ്പായിട്ട്. ഇപ്പം മുമ്പേത്തെ പോലെ അല്ല, നമ്മൾ ഒരു നായി 2 നായി അല്ലല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പൊ പയ്യന്നൂര്, അത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത്, പയ്യന്നൂര് നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ, താലൂക്ക് ഓഫീസിന്റെ മുൻഭാഗത്ത് പടിഞ്ഞാറ് ഹോസ്പിറ്റൽ റോഡ്, കിഴക്ക് ഭാഗത്ത് പഴയ BSNL പോകുന്ന റോഡ്, മിഷൻ സ്കൂൾ റോഡ്, ഈ കിഴക്ക് ഭാഗത്ത് റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലൂടെയാണ് പോവുക, ഈ താലൂക്ക് ഓഫീസിന്റെ. പക്ഷെ അത് കുട്ടികള്, വിദ്യാർത്ഥികള്, എല്ലാ തരത്തിൽപ്പെട്ട എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാരും അതിലൂടെയാണ് പടിഞ്ഞാറ് അല്ലെങ്കിൽ റോഡിലേക്കോ സ്കൂളിലേക്ക് പോകുന്നതിന് ആ റോഡിൽ നിന്ന് കിഴക്കോട്ട് പോവുക. പക്ഷെ ഈ കോമ്പൗണ്ടിൽ നമുക്കൊരു 25 നായ്ക്കളെ സ്ഥിരമായി കാണാം. 25ഓളം നായ്ക്കളെ സ്ഥിരമായി അവിടെ കാണാം. പലപ്പോഴും പേടിച്ചു. നമുക്ക് ഈ സമയത്ത് നമ്മൾ ആക്രമിക്കപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ ഇപ്പൊ ഇതിലേക്ക് പോകാൻ ഭയങ്കര പേടിയാ. ഇപ്പൊ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ നമുക്ക് പേടിയാ. ഏത് സമയത്ത് ആക്രമണം വരുന്നത് നമുക്ക് തന്നെ പുറത്തേക്ക് പോകാൻ പേടിയാ. ഇനിയിപ്പോ ഒരു 2 വീലർ എടുത്ത് പുറത്തേക്ക് പോയെന്നിരിക്കാം, ഈ 2 വീലറിനടക്കം ഈ നായി ക്രോസ് ചെയ്ത് പോകുമ്പോൾ 2 വീലർ അടക്കം മറിഞ്ഞു വീഴുന്നത്, മരിക്കുന്ന സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് ഒരു പിന്നെ ശരിയായ സാമൂഹിക പ്രശ്നമാണ്. അതെ. അപ്പോൾ നമുക്കൊരു 1-2 കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒന്ന്, ഈ വിധി സമഗ്രമായിട്ടുള്ളൊരു വിധിയാണെന്ന് തീർച്ചയായും വിധി വളരെ കൃത്യമാണ്. പിന്നെ എന്താ പറയുക, വളരെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, സമൂഹത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അതിന് പോറലേൽക്കാതിരിക്കാൻ ഒക്കെയുള്ള നമ്മുടെ അന്തസ്സ് കാക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സുപ്രധാനമായ വിധിയാണ് സുപ്രീം കോടതി നവംബറിൽ 2025 കൊണ്ടുവന്നത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊന്ന് പറഞ്ഞാൽ, ഈ ആക്ടിവിസ്റ്റുകളൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ആവശ്യം സമൂഹത്തിന്റെ ആവശ്യം തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യമല്ല. ഇപ്പോൾ 3 ഘട്ടങ്ങളിലാണ് വിധി വന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2025 ഒക്ടോബർ 11-നും ഒക്ടോബർ 22-നും വന്നു, നവംബർ 7-നും വന്നു. ഇനിയിപ്പോ ഈ കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. കേസ് 2026 ജനുവരിയിലേക്ക് വീണ്ടും വിളിക്കും. അപ്പോഴാണ് ഈ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേസിലൊരു 150-150ഓളം അഭിഭാഷകർ ഹാജരായിട്ടുണ്ട്. ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും NGOസിന് വേണ്ടിയിട്ടും മറ്റു അങ്ങനെ. അപ്പോൾ 150-150ഓളം ആൾക്കാർ അഭിഭാഷകർ ഹാജരായിട്ടുണ്ട്, പ്രഗത്ഭരായ അഭിഭാഷകർ ഹാജരായിട്ടുണ്ട്. ഇപ്പം ഈ ജനുവരിയിൽ വിളിക്കുമ്പം വീണ്ടും ഈ കേസിന് പുതിയ വാദമുഖങ്ങൾ വരാം. ഈ ആക്ടിവിസ്റ്റുകളെ ഫയൽ ചെയ്തിരിക്കുന്ന ഇന്റർവെൻഷൻ പെറ്റീഷൻസ് ഉണ്ട്, അത് പരിഗണനക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് ഇനി മാറ്റം വന്നുകൂടായില്ല വിധിയിൽ. പക്ഷെ എങ്കിലും നിലവിലുള്ള വിധി, ഈ വിധി ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന വിധിയാണ്. ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് ഒഴിച്ചാൽ അത് ഗവൺമെന്റുകൾ ഈ എന്താ പറയുക പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ ആണ് പ്രധാനമായിട്ട് ഇതിന്റെ ബാധ്യത വരിക. അതിന് ഗവൺമെന്റുകൾ ആവശ്യമായ ഗ്രാന്റ് നൽകുകയും ഒക്കെ ചെയ്ത് ഇത് പരിഹരിച്ചാൽ ഈ നായ്ക്കളുടെ ശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ ഒരു 90% നമുക്ക് മോചിതരാവാന്നാണ് എന്റെ അഭിപ്രായം. ഇന്നത്തെ അവസ്ഥ ഭീകരമായ വലിയൊരു മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ ഒറ്റൊരു പോയിന്റ് ഞാനിത് പറയാൻ നേരത്തെ വിട്ടുപോയത്, അതായത് ഇത് കോടതി തന്നെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം അല്ലേ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമൂഹത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ ജീവനും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഭരണഘടനാദത്തമായിട്ടുള്ള
അധികാരത്തെ അല്ലെങ്കിൽ അവകാശത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും മാത്രം ചുമതലയാണ്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക എന്ന് ഫണ്ട് അതിന് നീക്കി വെക്കണം. കാരണം ഇത് ഒരു സമാധാനത്തിൻ്റെയും സ്വൈര്യ ജീവിതത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി നമുക്ക് ഇപ്പോൾ ഇതിലിപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡുകളുണ്ട്, ബസ് ഡിപ്പോകളുണ്ട്, പിന്നെ ഈ ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് പബ്ലിക് ഹോസ്പിറ്റലുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പിന്നെ സ്പോർട്സ് കോംപ്ലക്സുകൾ, സ്പോർട്സ് പിന്നെ എന്താ പറയുക സ്റ്റേഡിയം, ഇതെല്ലാം ഈ പ്രദേശങ്ങളിലൊക്കെ ഈ നായ്ക്കളുടെ ശല്യമുണ്ട്. അപ്പൊ അതിന്റെ അധികാരികൾക്കും ഇതിന് ചില ഉത്തരവാദിത്തങ്ങൾ പറയുന്നുണ്ട്. അതെ, അത്തരം ആൾക്കാരും ഈ സംരക്ഷണത്തിന് ഇതിന്റെ ഈ നടത്തിപ്പിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നതിന് അവർക്കും കൂടെ പൂർണ്ണമായി ഇതിന്റെ പങ്കാളിത്തം ഉത്തരവാദിത്വം കൂടെ നൽകിയാൽ നന്നായിരിക്കും. സമൂഹത്തിന് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സാർ. അത് സമൂഹത്തിന് തന്നെ ബാധ്യതയാണ്. ഇത് സമൂഹത്തിൻ്റെ തന്നെ ആവശ്യമാണ്. സമൂഹത്തിൻ്റെ ആവശ്യത്തിന് സമൂഹം തന്നെ ഓരോ പൗരനും ഉണർന്നു നിൽക്കേണ്ടതാണ്. ഒപ്പം സർക്കാരിൻ്റെതാണ് പ്രധാനപ്പെട്ട ഒരു ഇത്. അതിനോട് കുറയാത്ത തന്നെ ഒരു ഉത്തരവാദിത്വം ഓരോ പൗരനും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ചർച്ച എന്നാൽ പിന്നെ ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ചർച്ചയാണ്. സമഗ്രമായിട്ട് ഈ വിധിയെ നമുക്ക് എന്താണെന്ന് വിധിയുടെ ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എങ്ങനെ ഇതിനെ നമ്മൾ കാണണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമൂഹത്തിന് സമാധാനപരമായിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്തണം എന്നതുകൂടി സാർ ഇതിലൂടെ വ്യക്തമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇവിടെ ചർച്ച അവസാനിക്കുകയാണ്. അടുത്ത ഒരു വിഷയവുമായി ഡീപ്പ് റിപ്പോർട്ട് അടുത്ത ആഴ്ച. നമസ്കാരം.